Hello. So what we have said so far, I have written on the board and I will explain to you once again because this is very important. So first point is the simple present. Now, what do you mean by person? First person means one who speaks or one who acts. ആര് സംസാരിക്കുന്നു, ആര് പ്രവർത്തിക്കുന്നു, ഇയാളാണ് ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് നിങ്ങൾ കാണരുത്, അതൊരു ബുദ്ധിമുട്ടാവും ചിലപ്പോൾ. ഫസ്റ്റ് പേഴ്സൺ ഒരു മനുഷ്യൻ നിൽക്കുന്നു, അങ്ങനെയല്ല. ഗ്രാമറിൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ പൊസിഷനാണ്, ആ സബ്ജക്റ്റിൻ്റെ പൊസിഷൻ, അതിനാണ് പേഴ്സൺ നമ്മൾ പറയുന്നത്. ഇനി സെക്കൻഡ് പേഴ്സൺ ടു ഹൂം സ്പോക്കൺ, ആരോട് സംസാരിക്കുന്നു, ആര് കേൾക്കുന്നു, അതാണ് സെക്കൻഡ് പേഴ്സൺ. ഇത് രണ്ടും ഫിക്സ്ഡ് അല്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് ഐ ആം സ്പീക്കിംഗ് എന്ന് പറയും. അതേസമയം അവിടെ നിന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കുകയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ സേ ഐ ആം സ്പീക്കിംഗ്. എന്തോ ഐ ആം സ്പീക്കിംഗ് ടു യു എന്ന് പറയുമ്പോൾ നിങ്ങൾ സെക്കൻഡ് പേഴ്സണായി. അങ്ങനെയാണ്. അല്ലാതെ ഒരു പ്രത്യേകമായിട്ടൊരു പേഴ്സൺ അവിടെ നിൽപ്പൊന്നുമില്ല. അത് പൊസിഷൻ, ആ സബ്ജക്റ്റിൻ്റെ പൊസിഷൻ. ആൻഡ് തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എബൌട്ട് ഹൂം സ്പോക്കൺ ഓർ റിട്ടൺ, ആരെപ്പറ്റി പറയുന്നോ എഴുതുന്നോ, ആരെപ്പറ്റി സംസാരിക്കുന്നോ എഴുതുന്നോ പരാമർശിക്കുന്നോ, അതെല്ലാം തേർഡ് പേഴ്സണാണ്. അതിന് ഒരു ഡെഫിനിഷൻ എന്ന് പറയാൻ ഏറ്റവും നല്ല ഇതാണ്, ഞാനും നീയും അല്ലാത്തതെല്ലാം തേർഡ് പേഴ്സൺ സിംഗുലർ, ഞങ്ങളും നിങ്ങളും അല്ലാത്തതെല്ലാം തേർഡ് പേഴ്സൺ സിംഗുലർ. ബൾബ് തേർഡ് പേഴ്സൺ ആണോ ഫസ്റ്റ് പേഴ്സൺ ആണോ? തേർഡ് പേഴ്സൺ. ഞാനും അല്ല നിങ്ങളും അല്ല. ബൾബ്സ് തേർഡ് പേഴ്സൺ പ്ലൂറൽ. മനസ്സിലായില്ലേ? പിക്ചർ തേർഡ് പേഴ്സൺ സിംഗുലർ, പിക്ചേഴ്സ് തേർഡ് പേഴ്സൺ പ്ലൂറൽ. ഞാനും അല്ല നീയുമല്ല, ഞങ്ങളും അല്ല നിങ്ങളുമല്ല, അതെല്ലാം തേർഡ് പേഴ്സൺ. അതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ഈ സബ്ജക്റ്റ് എന്താണെന്ന്, സബ്ജക്റ്റ് ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വലിയൊരു പ്രാധാന്യം ഇംഗ്ലീഷിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇവിടെ തുടങ്ങാം. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നമ്മൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ 6 തരത്തിൽ മാത്രമേ വാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ 6 തരത്തിൽ മാത്രമേ വാക്യങ്ങൾ തുടങ്ങാൻ പറ്റുള്ളൂ. ഒന്ന് ഐ കൊണ്ട്, രണ്ടാമത്തെ യു ഉപയോഗിച്ച്, മൂന്നാമത്തെ ഹി അവൻ അവൾ അത്, അല്ലെ അതിന് പകരം നിൽക്കുന്ന ട്രീ ട്രൂ ട്രീ സ്കൈ റെയിൻ, ഇതൊക്കെ. മൂന്നാമത്തത് ഇത് സിംഗുലർ, പിന്നെ എൻ്റെ പ്ലൂറൽ വി, തേർഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, യു തേർഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ, ദേ അല്ലെങ്കിൽ ട്രീസ് ബോയ്സ്, ഇതെല്ലാം തേർഡ് പേഴ്സൺ പ്ലൂറൽ. ഇങ്ങനെ മാത്രമേ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കൂ, ഏത് സെൻറ്റൻസ് ഉണ്ടെങ്കിലും കൊണ്ടുപോകും. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ സബ്ജക്റ്റ് ഒന്നിലോ ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും. അതിൽ അല്ലാതെ ഒരിക്കലും സംഭവിക്കത്തില്ല. ഇതിലേതെങ്കിലും ഒരെണ്ണമല്ല, നിങ്ങളെടുത്ത് നോക്കി. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് പേഴ്സൺ ആരാണെന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ 6 തരത്തിലുള്ള സബ്ജക്ട്സ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കർത്താവ് എന്ന് പറയില്ലേ, കർത്താവ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസിന് കർത്താവല്ല. അപ്പം ആ കർത്താവല്ല, സെൻറ്റൻസിൻ്റെ കർത്താവ് മീൻസ് ആ പ്രവൃത്തി ചെയ്യുന്ന ആളെന്നുള്ളതാണ്. അതാണ് എൻ്റെ കാര്യം. ഇപ്പം ഐ കൊണ്ടൊരു സെൻറ്റൻസ് കൊടുക്കാം, യു കൊണ്ടൊരു സെൻറ്റൻസ് കൊടുക്കാം, അതൊക്കെ സിംഗിളാണ്. ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര്, ഒരു മറ്റെന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പേര് കൊണ്ടൊരു സെൻറ്റൻസ് കൊടുക്കണം. ഈ ആദ്യത്തെ 3 ഒറ്റയാണ്, അതിന് സിംഗുലർ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പെട്ട അല്ലെങ്കിൽ മോർ ദാൻ 1 അത് ഉപയോഗിച്ച് തുടങ്ങാം. ഇപ്പം വി, അതിന് പ്ലൂറൽ യു, പ്ലൂറൽ ദേ, ടോം ആൻഡ് ജെറി, ബോയ്സ് ഗേൾസ്, അത് തേർഡ് പേഴ്സൺ പ്ലൂറൽ. അതുകൊണ്ടാണ് ഇങ്ങനെ This is first person singular, second person singular, third person singular. കാരണം ഒറ്റ
First person plural, second person plural, third person plural. നിങ്ങൾ ഇതൊന്ന് എഴുതിയിരിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. എഴുതിയിരിക്കുവാണെങ്കിൽ ഇപ്പം പേഴ്സൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഈ പേഴ്സൺ തന്നെ 6 ആദ്യത്തെ 3 സിംഗുലറാണ്, രണ്ടാമത്തെ 3 പ്ലൂറലാണ്. ഇനി നമ്മൾ സിംഗുലർ എന്ന് പറഞ്ഞാൽ 1, പ്ലൂറൽ മീൻസ് മോർ ദാൻ 1. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ NB തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണ്. നോത്താ ബേനെ എന്നാണ്, ലാറ്റിനാണ്. നോത്താ ബേനെ, നോത്താ ബേനെ ഇങ്ങനെയാണ്. നോത്താ ബേനെ എന്ന് വെച്ചാൽ നോട്ട് വെൽ, NOTE, നോട്ട് വെൽ, അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇപ്പം നോക്കി NB, if the subject of a sentence is third person singular and the tense is simple present, രണ്ട് കണ്ടീഷനാണ്. സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ ആയിരിക്കണം, ടെൻസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം. എങ്കിൽ ആ വെർബിൻ്റെ അവസാനം an S should be added at the end of the verb. ഒരു S ചേർക്കണം. അപ്പം സിംഗ് എന്നുള്ള സിങ്സ് ആകും, ഈറ്റ് എന്നുള്ള ഈറ്റ്സ് ആകും. മനസ്സിലായില്ലേ? Now it is clear, I think. ഇനി ഒരു എക്സാമ്പിൾ പറയാം. എന്തായാലും എക്സാമ്പിൾ, let's begin with let's think about read. Okay. I read, you read, he reads, boy reads, girl reads, man reads, woman reads, we read, no yes, you plural read, no yes, then they read, no yes. അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 5 സ്ഥലത്തും എസ് വേണം, ഒരു സ്ഥലത്ത് എസ് വേണം. ആ സ്ഥലത്തിൻ്റെ പേരാണ് തേർഡ് പേഴ്സൺ സിംഗിൾ. മനസ്സിലായില്ലേ? സോ സിമ്പിൾ ആസ് ദാറ്റ്. അപ്പം നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പം അതുകൊണ്ട് ആ പോയിന്റ് നിങ്ങൾ മനസ്സിലേക്ക് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. Try to remember this always. Very often, you know, what happens, people make mistake in this area. He read, that subject is third person singular, so you have to add S at the end. He reads. They reads. എന്തുകൊണ്ടാണ്? തേർഡ് പേഴ്സൺ പ്ലൂറലാണ്, അതുകൊണ്ട് അതിൻ്റെ അവസാനം എസ് വേണം. ഐ ലുക്സ്, ശരിയാണ്. എന്തുകൊണ്ട്? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, അവിടെ എസ് വേണം. ബട്ട് ഹീ ലുക്ക്, തെറ്റ്. എന്തുകൊണ്ടാണ്? തേർഡ് പേഴ്സൺ സിംഗുലർ, അവിടെ എസ് വേണം. അതാണ് ആ ഒരു പോയിന്റ്സ് നമ്മൾ മനസ്സിൽ നല്ലപോലെ ഉൾക്കൊണ്ട് അത് നമ്മൾ മനസ്സിൽ കീപ്പ് ചെയ്യണം. We must remember it always. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം വൻ തെറ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ഫോം കഴിഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഇപ്പം എങ്ങനെയാണ് ഒരു ടെൻസിൻ്റെ ഒരു ഫോം എടുത്തിട്ട് അതിനെ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്, ആർക്കാ വിതരണം ചെയ്യുന്നത്? 6 പേര് ഇരിപ്പുണ്ട്. ആർക്ക് 6 പേര്? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ, തേർഡ് പേഴ്സൺ പ്ലൂറൽ. ഞാനല്ലേ ഇങ്ങനെ പറയാം: ഐ, യു, ഹി, ഷീ, ഇറ്റ്, ട്രീ, ബോയ്, ഗേൾ, വി, യു, ദേ, they, people, countries, Americans, Indians, or we can say men, women, newspapers, fans, clubs, balls, playgrounds, lands, rivers, mountains. ഇതെല്ലാം തേർഡ് പേഴ്സൺ. കാരണം എന്താ? ഞാനുമല്ല നീയുമല്ല, അപ്പോൾ തേർഡ് പേഴ്സൺ. മനസ്സിലായോ? ഈ ഒരു പോയിന്റ് മനസ്സിലായാൽ ഇത് സിമ്പിൾ, വളരെ സിമ്പിളാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ സിമ്പിളാണ്. കാരണം ഇതിൽ ബേസ് ചെയ്തതാണ് ടെൻസ് മുഴുവൻ. ഇംഗ്ലീഷിലെ ടെൻസിൻ്റെ രൂപങ്ങളെല്ലാം മാറുന്നു. അല്ലെങ്കിൽ
എന്തുകൊണ്ടാണ് തെറ്റെന്ന് നമ്മൾ പറയും. നമ്മളിപ്പം പറഞ്ഞില്ലേ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് ദേ ലുക്സ് തെറ്റാണ്. എന്തുകൊണ്ടാണ്? കാരണം ദേ എന്നുള്ള തേർഡ് പേഴ്സൺ പ്ലൂറലാണ്, അതുകൊണ്ട് അത് തെറ്റാണ്. പിന്നെ അവിടെ എന്നാ വേണ്ട? എസ് ഇല്ലാത്ത ഫോമാണ്. പക്ഷെ നമ്മൾ ഹീ ലുക്ക് എന്ന് പറയാൻ തെറ്റ് ശരിയാണ്, തെറ്റ്. എന്താ കാരണം? ഹീ എന്നുള്ളത് തേർഡ് പേഴ്സൺ സിംഗുലറാണ്, അതുകൊണ്ട് അതിൻ്റെ അവസാനം എസ് വേണം. ഇങ്ങനെ നമ്മൾ തെറ്റ് കണ്ടുപിടിക്കുക. ചിലപ്പോൾ കോമ്പസിഷനിലൊക്കെ വലിയ വട്ടത്തിൽ ചുമന്ന വട്ടം കാണിക്കുക. സാർമാർ ടീച്ചർമാർ എഴുതി വയ്ക്കും. എന്താ വൈ അടുത്ത റീസൺ? നിങ്ങൾ എഴുതുകയാണ് ഹീ ലുക്ക്, ഗുണം ചെയ്യും ചുമന്ന മഷിക്ക്. ദേ ലുക്സ്, അതും വിട്ടിയും. അതേസമയം ദേ ലുക്ക് ആൻഡ് ഹീ ലുക്സ് ശരി. എൻ്റെ കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ? വെരി ഗുഡ്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ നാളെ പറയാം. ഒരു ടെൻസ് നമ്മൾ ശരിക്കും പഠിച്ചാൽ ബാക്കിയുള്ളതെല്ലാം വളരെ സിമ്പിളാണ്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ, ഇറ്റ്സ് വെരി ഈസി. ഓക്കെ.